പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ മെയ് 11 ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ അറിവ് കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത്. പക്ഷെ നമുക്ക് അറിവ് കൂടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 മെയ് 11 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് റസ്കിൻ ബോണ്ട് എന്ന പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ നൽകി ആദരിച്ചു. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. ഇദ്ദേഹത്തിന് 2021 സാഹിത്യ ഫെലോഷിപ്പ് അവാർഡ് ആണ് ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയ് 11 അതായത് ഇന്നലെ മസൂറിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഈ ഒരു അവാർഡ് നൽകി ആദരിച്ചു. റസ്കിൻ ബോണ്ട് എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ ആണ് വാഗ്രൻസ് ഇൻ ദ വാലി, വൺസ് അപ്പോൺ എ മൺസൂൺ ടൈം, ആംഗ്രി റിവർ എന്നിവയെല്ലാം. 1978 ഹിന്ദിയിൽ ഒരു ഫിലിം ഇറങ്ങിയിരുന്നു, ജുനൂൻ എന്ന് പറയുന്ന ഫിലിം. ആ ഫിലിം റസ്കിൻ ബോണ്ട് എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. 1857 ഇന്ത്യൻ കലാപം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്. ആ പുസ്തകമാണ് ജുനൂൻ എന്ന ഹിന്ദി ഫിലിം 1978 പുറത്തിറക്കിയിട്ടുള്ളത്. മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് 2024 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദ്. കവിയും ഗാനരചിതവുമായിട്ടുള്ള റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയ്ക്കാണ് റഫീഖ് അഹമ്മദിനെ 2024 പത്മപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. ഇതിലെ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് ചെയർമാൻ ആയിട്ട് NS മാധവൻ, കൽപ്പറ്റ നാരായണൻ, S ശാരദാകുട്ടി എന്നിവരെല്ലാം. പത്മപ്രഭ പുരസ്കാരം ഇത് ആരംഭിച്ചിട്ടുള്ളത് 1996 അന്ന് ഉണ്ണികൃഷ്ണൻ പുത്തൂറിനാണ് ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 24ാമത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 അവാർഡ് ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്. പശ്ചിമഘട്ടത്തിലെ ഏത് കുന്നുകളിൽ നിന്നാണ് ഗവേഷകർ 140 വർഷത്തിന് ശേഷം അപൂർവം വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള വൃക്ഷ ഇനമായ യൂണിയാല മൾട്ടിബ്രാക്കറ്റിയ കണ്ടെത്തിയത്? വാഗമൺ കുന്നുകൾ. യൂണിയാല മൾട്ടിബ്രാക്കറ്റിയ ഇതൊരു വൃക്ഷമാണ്, ഒരു തരം ചെടി, ഒപ്പം പുഷ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ്. 140 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനെ സാധാരണയായിട്ട് പറയുന്ന ഒരു പേരാണ് കാട്ടുപൂവാം കുരുന്നില എന്ന്. അപ്പൊ കാട്ടുപൂവാം കുരുന്നില എന്ന ഈ ഒരു സസ്യം ഇത് വാഗമൺ, മേമല, ഏലപ്പാറ എന്നീ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു തരം ചെടിയാണ്. 140 വർഷം മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ചെടി ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുവെന്നും വളരെ അപൂർവമായിട്ടുള്ള ഒപ്പം തന്നെ വംശനാശ ഭീഷണി നേരിട്ടുമായിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. 1880 RH ബെഡോം ആണ് ആദ്യമായിട്ട് ഈ ഒരു ചെടി കണ്ടെത്തിയിട്ടുള്ളത്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് പേരിലാണ് ഇന്ത്യ പവലിയൻ സംഘടിപ്പിക്കുന്നത്? ഭാരത് പർവ. ഇപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവൽ ഇത് ഫ്രാൻസിലെ വളരെ പ്രശസ്തമായിട്ടുള്ള, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. 2003 വരെ ഈ ഫിലിം ഫെസ്റ്റിവലിനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിലും 77ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഈ മാസം നടക്കാൻ പോകുന്നത്. ഇതിൽ ഇന്ത്യയിലെ ഭാരത് പർവ എന്ന പേരിൽ ഒരു പവലിയൻ ആരംഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ ഒരു പവലിയന്റെ ഉദ്ദേശം ഇന്ന് ലോകത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളും പങ്കെടുക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ഈ ഫിലിം ഫെസ്റ്റിവലിലെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശസ്ത വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യയുടെ ഓരോ കലകളെക്കുറിച്ചും എടുത്തു കാണിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അവസരമാണ് ഭാരത് പർവ എന്ന പവലിയനിലൂടെ ഇന്ത്യ കാണുന്നത്. 2024 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് കാലയളവിലെ ശ്രീലങ്കൻ പുരുഷ ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർ ഇന്ത്യയിൽ നിന്ന് ആരാണ്? അമൂൽ ഇന്ത്യ. ആനന്ദ് മിൽക്ക് യൂണിറ്റ് ലിമിറ്റഡ് എന്ന അമൂൽ ഇന്ത്യ ശ്രീലങ്കൻ ടീമിനെ സ്പോൺസർ ചെയ്യുകയാണ്. ശ്രീലങ്കൻ ടീമിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആണ്. ഈ വരുന്ന ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് T20 വേൾഡ് കപ്പ്. ഇതിൽ ശ്രീലങ്കൻ ടീമിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആണ് അമൂൽ ഇന്ത്യ. കൂടാതെ അമൂൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും അതേപോലെ തന്നെ US ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്ക എന്ന ടീം 3ാമത്തെ ടീം ആണ് അമൂൽ ഇന്ത്യ ഒഫീഷ്യൽ സ്പോൺസർ ആയിട്ട് ഉള്ളത്. US വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് മത്സരം. ഇതിൽ
ആകെ 20 ടീം ആണ് പങ്കെടുക്കുന്നത്. T20 വേൾഡ് കപ്പിന്റെ അംബാസിഡേഴ്സ് ആണ് യുവരാജ് സിംഗ്, ഉസൈൻ ബോൾട്ട് എന്നിവരെല്ലാം. 9 മെയ് 2024 PS4 ലിക്വിഡേറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിക്കാൻ ISRO ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്? അഡിറ്റീവ് മാനുഫാക്ചറിംഗ്. 2024 മെയ് 9 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ PS4 എന്ന ലിക്വിഡേറ്റ് റോക്കറ്റ് എഞ്ചിനിൽ ഒരു പുതിയ ടെക്നോളജി വിജയകരമായിട്ട് പരീക്ഷിച്ചു. ആ ഒരു പരീക്ഷണം അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്നൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള PS4 എന്ന ലിക്വിഡേറ്റ് റോക്കറ്റ് എഞ്ചിനാണ് പരീക്ഷിച്ചിട്ടുള്ളത്. PSLVയുടെ 4ാം ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന PS4 എന്ന എഞ്ചിൻ ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്, ഒരു ടെക്നോളജിയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള അഡിറ്റീവ് മാനുഫാക്ചറിംഗ്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 11 മെയ്. എല്ലാ വർഷം മെയ് 11 ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. 1998 പോക്രാൻ നടന്നിട്ടുള്ള വിജയകരമായി നടത്തിയിട്ടുള്ള ആണവ പരീക്ഷണം, അതിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള രാജ്യത്തിന്റെ ടെക്നോളജി, അതിൽ വന്നിട്ടുള്ള മാറ്റത്തെ അനുസ്മരിക്കുന്ന ഒന്നാണ് എല്ലാ വർഷം മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നാഷണൽ ടെക്നോളജി ഡേയുടെ തീം ആണ് ഫ്രം സ്കൂൾസ് ടു സ്റ്റാർട്ടപ്പ്, ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സ് ടു ഇന്നോവേറ്റ്. 1998 മെയ് 11 ആ ദിവസമാണ് ഇന്ത്യ 2ാമത്തെ ആണവ പരീക്ഷണം വിജയകരമായിട്ട് നടത്തിയിട്ടുള്ളത്. ആ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ള ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ ശക്തി. അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആണവ പരീക്ഷണമാണ് 1974 മെയ് 18. ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് സ്മൈലിംഗ് ബുദ്ധ ഓപ്പറേഷൻ. സ്മൈലിംഗ് ബുദ്ധ ഓപ്പറേഷൻ, അതായത് ബുദ്ധൻ ചിരിക്കുന്നു എന്ന ഒരു ഓപ്പറേഷൻ. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏത് ടീമിനെതിരായ T20 ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യൻ ടീം വനിതാ ക്രിക്കറ്റ് പരമ്പര തൂത്തുവാരി? ബംഗ്ലാദേശ്. ഏപ്രിൽ മെയ് മാസം നടന്നിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് വിമൻസ് T20 സീരീസിൽ ഇന്ത്യ 5-0 ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ഒരു മത്സരം പോലും ബംഗ്ലാദേശിന് വിജയിക്കാൻ സാധിച്ചില്ല. ഇതിൽ ഇന്ത്യ 5-0 എന്ന രീതിയിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇന്ത്യ 2019 നവംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇത്തരത്തിലുള്ളൊരു വിജയം നേടിയിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും ആ സീരീസ് കരസ്ഥമാക്കുന്നത്. ആദ്യത്തേത് വെസ്റ്റ് ഇൻഡീസ്, 2ാമത്തേത് ബംഗ്ലാദേശ്. മെയ് 10, അതായത് 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇൻഷുറൻസ് കമ്പനികളുടെ റെഗുലേറ്റർ ഏത് സ്ഥാപനമാണ്? ഇതിന്റെ ഉത്തരം IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് 2024 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദ്. 2024 മെയ് 11 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആർക്കാണ് ലഭിച്ചത്? റസ്കിൻ ബോണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏത് കുന്നുകളിൽ നിന്നാണ് ഗവേഷകർ 140 വർഷത്തിന് ശേഷം അപൂർവം വംശനാശ ഭീഷണി നേരിടുന്നതുമായ വൃക്ഷ ഇനമായ യൂണിയാല മൾട്ടിബ്രാക്കറ്റിയെ കണ്ടെത്തിയത്? വാഗമൺ കുന്നുകൾ. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് പേരിലാണ് ഇന്ത്യ പവലിയൻ സംഘടിപ്പിക്കുന്നത്? ഭാരത് പർവ. 2024 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് കാലയളവിലെ ശ്രീലങ്കൻ പുരുഷ ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർ ഇന്ത്യയിൽ നിന്ന് ആരാണ്? അമൂൽ ഇന്ത്യ. 9 മെയ് 2024 PS4 ലിക്വിഡേറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിക്കാൻ ISRO ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്? അഡിറ്റീവ് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ അഡിറ്റീവ് നിർമ്മാണം. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 11 മെയ്. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏത് ടീമിനെതിരായ T20 ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പരമ്പര തൂത്തുവാരി? ബംഗ്ലാദേശ്. ഇന്ന് മെയ് 12. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, മുഹമ്മദ് മിയൂസു ഈസ് ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി ഹു ഹാസ് ഗിവൻ എ ഡെഡ്ലൈൻ ഓഫ് മെയ് 10 ടു വിഡ്രോ ഇന്ത്യൻ സോൾജേഴ്സ് ഫ്രം ദർ കൺട്രി? ഇന്ത്യൻ സൈനികരെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ മെയ് 10 വരെ സമയപരിധി നൽകിയ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് മുയൂസ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.